Hello everyone, welcome to Epic Learning. This video is on Aristotle's Poetics and Theory of Tragedy. അപ്പോൾ നിങ്ങൾ MA ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഫസ്റ്റിൽ എടുക്കുന്ന പേപ്പറാണ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി. സോ ദ ഡീറ്റെയിൽഡ് അനാലിസിസ്, സിലബസ് അനാലിസിസ് ഓഫ് ദിസ് പേപ്പർ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ അത് പോയി കണ്ടിട്ട് വരാം. കാരണം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. വിച്ച് ആർ ദി ടോപ്പിക്സ് ഐ ഹാവ് ടു ഫോക്കസ് ദിസ് പേപ്പർ ക്രിറ്റിസിസം ആൻഡ് തിയറി. അപ്പോൾ ദിസ് വീഡിയോ I'm going to focus Aristotle's Poetics and the Theory of Tragedy. അതിന് മുൻപായിട്ട് ഇപ്പോൾ ആദ്യം പറയാം, ഈ ഒരു അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സും അതുപോലെ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് മിമസിസ് തിയറി ഓഫ് ട്രാജഡി എപ്പോഴും ചോദിക്കുന്ന, ഏതൊരു PGയിലാണെങ്കിലും ചോദിക്കുന്ന, MA ഇംഗ്ലീഷും ചോദിക്കുന്ന ഒരു essay question ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലാസ് ഐ ആം ഗിവിംഗ് യു സം ഹിന്റ്സ് ഓഫ് ഹൗ ടു റൈറ്റ് essay. So essay എഴുതുന്ന സമയത്ത് we have to plan one model, that means one design. There is a design of essay, that means 3 parts. Like there are 3 parts. First one is introduction. ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എസ്സേക്ക്. അത് കഴിഞ്ഞ് ബോഡി പാരഗ്രാഫ്സ് ആണ്, ദാറ്റ് മീൻസ് കോണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പാരഗ്രാഫ് വൈസ് ആയിട്ട് നമ്മൾ എഴുതണം. ഓരോ പാരഗ്രാഫിലും ഒരു പോയിന്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കൺക്ലൂഷൻ. ആൻഡ് ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദി എസ്സേ: ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ്സ് ആൻഡ് കൺക്ലൂഷൻ. ഇപ്പോൾ എസ്സേ എഴുതുന്ന സമയത്ത് ഇപ്പോൾ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് അല്ലെങ്കിൽ തിയറി ഓഫ് ട്രാജഡി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അരിസ്റ്റോട്ടലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പോയറ്റിക്സിനെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കണം, അല്ലെ? ദെൻ വി ക്യാൻ മൂവ് ടു ദിസ് ഡിഫറെന്റ് പാരഗ്രാഫ്സ്. അല്ലെ, ഇപ്പൊ 3 pages ആണെങ്കിൽ 300 pages ആണെങ്കിൽ അതിനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബോഡി പാരഗ്രാഫ്സിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ കൺക്ലൂഷൻ. Okay, Aristotle. Who is Aristotle? Aristotle is the ancient Greek philosopher and disciple of Plato, and his writings cover almost all subjects like economics, linguistics, philosophy, psychology, politics. എല്ലാത്തിലും അദ്ദേഹത്തിന് റൈറ്റിംഗ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മാസ്റ്റർ ആയിരുന്നു പ്ലേറ്റോ. അപ്പൊ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് ഇവരൊക്കെ നമുക്ക് ഒരിക്കലും ഇല്ലാതെ നമുക്കൊരു MA ഇംഗ്ലീഷ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ലിറ്റററി ക്രിറ്റിസം നമ്മൾ തുടങ്ങുന്നത് തന്നെ ക്ലാസിക്കൽ ക്രിറ്റിസം വെച്ചിട്ടാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ആണ്. വൺ ഇസ് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ആൻഡ് അരിസ്റ്റോട്ടിൽസിന്റെ പോയറ്റിക്സും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും ആൻഡ് വാട്ട് ഇസ് ട്രാജഡി ആൻഡ് 6 കോമ്പണന്റ്സ് ഓഫ് ട്രാജഡി, ഇതൊക്കെയാണ് ഈ വീഡിയോസിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ പറയും, ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ വർക്ക് ആൻഡ് പോയറ്റിക്സ് ഇസ് എ ഫൗണ്ടേഷണൽ വർക്ക് ഇൻ വെസ്റ്റേൺ ലിറ്റററി തിയറി ആൻഡ് ക്രിറ്റിസം. ഇതൊരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വി ഹാവ് ടു ഗിവ് ഹു ഇസ് അരിസ്റ്റോട്ടിൽ ആൻഡ് വാട്ട് ഇസ് ദിസ് പോയറ്റിക്സ്. സോ ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ വർക്ക് ഓഫ് ദിസ് ലിറ്റററി ക്രിറ്റിസിസം, എസ്പെഷ്യലി വെസ്റ്റേൺ ലിറ്റററി ക്രിറ്റിസിസത്തിലെ ഫൗണ്ടേഷൻ വർക്ക്സ് ആണ് പോയറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് ബിലോങ് ടു 4th century BCE. The period is 4th century BCE. That indicates that much of ancients, that much of oldness അതിനുണ്ടെന്ന് പറയാം. Okay, 4th century BC-ലാണ് വരുന്നത്. ആൻഡ് ഈ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഗ്രീക്ക് ട്രാജഡി, മെയിൻലി പോയറ്റിക്സ് ഫോക്കസിങ് ഓൺ വാട്ട് ഗ്രീക്ക് ട്രാജഡി and epic poetry. Greek tragedy and epic poetry is critical analysis. The poetics is giving us what the critical analysis of Greek ട്രാജഡി ആൻഡ് എപ്പിക് പോയിട്രി. ഇപ്പൊ എപ്പിക് ആൻഡ് ട്രാജഡി അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, എപ്പിക് നമുക്കറിയാം വളരെ ലെങ്തി ആയിട്ടുള്ള ഇതിഹാസ കാവ്യം എന്നൊക്കെ പറയും. അത് നെറേറ്റീവ് ആണ്, നെറേഷനിലൂടെയാണ് പറയുന്നത്. ട്രാജഡി മീൻസ് ദാറ്റ് ആക്ഷൻസിലൂടെയാണ് വരുന്നത്, അല്ലെ? പെർഫോമൻസ് ആൻഡ് ആക്ഷൻ. And poetics offers profound insight into the nature of dramatic art and its impact on audience. അല്ലെ, ഇതിൽ മെയിൻ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഓഡിയൻസിലേക്ക് ഒരു ഇമ്പാക്ട് വരുന്നത് ഒരു ഡ്രമാറ്റിക് ആർട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത്. ആൻഡ് നേച്ചർ ഓഫ് ഡ്രമാറ്റിക് ആർട്ട് എങ്ങനെ ആയിരിക്കണം, ഹൗ ദിസ് ഡ്രമാറ്റിക് ആർട്ട് ഷുഡ് ബി, ആൻഡ് വാട്ട് ഇഫക്റ്റ് ആൻഡ് ഇമ്പാക്ട്, വാട്ട്സ് ഇഫക്റ്റ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഓഡിയൻസ്, അല്ലെ? അത് കൊടുക്കുന്ന ഇമ്പാക്ട് എത്രത്തോളമാണ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനോട് കൂടിയാണ് ഈ പോയറ്റിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. This work, Poetics, actually he published, and this is a treatise that emerged during the time, especially when Greek drama was flourishing. But Greek drama flourish in the samayathaane ee oru treatise varunathu, and here discusses poetry both in general and poetry. Poetry adu general item particular item aanu ee oru poetics le discussion naduthunnathu. And
It also explains effect of poetry to those who consume it. Okay, effect of poetry, those who consume it, and the way it construct to get maximum effect. ഇപ്പൊ നമ്മൾ ഒരു പോയിട്രി കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ the way it construct to get, എങ്ങനെ മാക്സിമം ഇഫക്റ്റ് നമുക്ക് ആ പോയിട്ടിൽ നിന്ന് ലഭിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പോയറ്റിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. And this poet starts with the principles of poetry. It's to be natural, okay? And different types of poetry also explained in this poetics by Aristotle. And which are the different types of poetry? Epic poetry, tragedy, comedy, dithyrambic poetry, and music by pipe or lyre. Okay, so these are the different types of poetry. The first one is epic, other one is tragedy, then comedy, and dithyrambic poetry, and music by pipe or lyre. But dithyrambic poetry is actually one poetic performance to honor one god of wine. Okay, Dionysus in the honor ചെയ്യുന്നതാണ് dithyrambic poetry, and actually tragedy comes under this. And all poetry is a form of imitation. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എല്ലാ പോയട്രിയും എന്നാണ് ഇറ്റ്സ് എ ഫോം ഓഫ് ഇമിറ്റേഷൻ ആണ്. അപ്പോൾ എല്ലാ നമ്മൾ ഈ പറഞ്ഞ എപ്പിക് ആണെങ്കിലും ട്രാജഡി ആണെങ്കിലും എപ്പിക് എഴുതിക്കോട്ടെ, ട്രാജഡി എഴുതിക്കോട്ടെ, കോമഡി എഴുതിക്കോട്ടെ, ദിസ് ഇസ് എ ഫോം ഓഫ് ഇമിറ്റേഷൻ. ദിസ് ഇസ് എ ഫോം ഓഫ് ഇമിറ്റേഷൻ. എല്ലാം ഒരു ഇമിറ്റേഷൻ ഫോമിലാണെങ്കിലും ദർ ഇസ് എ ഡിഫറൻസ്. ഡിഫറൻസ് ഏതിലാണ് വരുന്നത്? ഡിഫേഴ്സ് ഇൻ 3 ways. 3 വഴികളിലായിട്ട് അതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. വൺ ഈസ് മീഡിയം, ഓക്കെ, other one is object. Okay? One is medium, other one is object, and one is mode of imitation. But medium of imitation, object of imitation, and mode of imitations. അങ്ങനെ അതിന്റെ ഓരോ മീഡിയത്തിലും ഒബ്ജക്റ്റിലും അതിന്റെ മോഡ് ഓഫ് ഇമിറ്റേഷനിലും മാത്രമാണ് അതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അല്ലാണ്ട് ഇതെല്ലാം എന്ത് തന്നെയാണ്? ഓൾ ദീസ് ആർ ദി ഇമിറ്റേഷൻസ്. ഇപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ മീഡിയം ഓഫ് ഇമിറ്റേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ഇൻ ദ കേസ് ഓഫ് സ്കൾപ്ചർ ഓർ പെയിന്റർ, ഇപ്പൊ പെയിന്ററെ സംബന്ധിച്ചിടത്തോളം കളർ ആയിരിക്കും. ഓക്കെ, കളറാണ് അതിന്റെ മീഡിയം എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോയിറ്റ് യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ റിതം, ലാംഗ്വേജ് ആൻഡ് മെലഡി. Rhythm, language, melody. These are the components. These are the medium of one poet uses. പക്ഷെ ഒരു പെയിന്റർ ആണെങ്കിൽ കളർ ആയിരിക്കും അതൊരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ അതാണ് പറയുന്നത് ഡിഫറൻസ് എന്തിലാ വരുന്നത്? ആ ഒരു എല്ലാം ഇമിറ്റേഷൻ ആണല്ലോ. കാരണം ഹ്യൂമൻ ബീങ്സ് ഓൾവേസ് ഹാവ് ടെൻഡൻസി ടു ഇമിറ്റേറ്റ് ദെയർ, ദാറ്റ് മീൻസ് ഇമിറ്റേറ്റിംഗ് തിങ്സ് ഓർ പീപ്പിൾ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെയോ അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ടെൻഡൻസി ഉള്ള ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കവിത എഴുതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാജഡി എഴുതാണെങ്കിൽ എല്ലാം നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഇമിറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു മീഡിയത്തിലും ഒബ്ജക്റ്റിലും മുകളിലും മാത്രമാണ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇൻ എപ്പിക് പോയട്രി ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ഇമിറ്റേറ്റഡ് ത്രൂ നറേഷൻ. ഇപ്പൊ എപ്പിക്കിൽ ആകുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒബ്ജക്റ്റ്, നമ്മൾ നേരത്തെ മീഡിയത്തിന്റെ കാര്യം പറഞ്ഞു, ഇനി ഒബ്ജക്റ്റ് ആണെങ്കിൽ എപ്പിക് ആണെങ്കിൽ അവിടെ നറേഷനിലൂടെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇമിറ്റേറ്റഡ്. ഒരു ഇമിറ്റേഷൻ നടക്കുന്നത് എപ്പിക്കിൽ നടക്കും, ദാറ്റ് ഈസ് ത്രൂ ദ നറേഷൻ. കാരണം ഒരു നറേറ്റീവ് മെത്തേഡിലാണല്ലോ അത് ചെയ്യുന്നത്. എന്നാൽ ട്രാജഡിയിലാണെങ്കിൽ ഒബ്ജക്ട് ഈസ് ഇമിറ്റേറ്റഡ് ബൈ ആക്ടേഴ്സ് ഓൺ സ്റ്റേജ്. ഒരു സ്റ്റേജിലെ ഒരു ആക്ടേഴ്സ് സ്റ്റേജിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഒരു ട്രാജഡിയിൽ ഒബ്ജക്റ്റിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. നമ്മൾ ഓരോന്ന് പറയുമ്പോഴും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോയട്രി പറയുന്ന സമയത്ത് എപ്പിക് ആയിക്കോട്ടെ അതുപോലെ ട്രാജഡി ആയിക്കോട്ടെ അതിന്റെ മീഡിയം ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ ഒബ്ജക്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ മോഡ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എല്ലാം എന്താണ്, ഫോം ഓഫ് ഇമിറ്റേഷൻ ആണെന്ന് എന്നുള്ള കാര്യമാണ് അരിസ്റ്റോട്ടിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഹ്യൂമൻസിന്റെ ഒരു ടെൻഡൻസി ഉണ്ട് ഇമിറ്റേഷൻ നടത്താന്. അതുപോലെ വി ലേൺ മെനി തിങ്സ് ഫ്രം ഇമിറ്റേഷൻ, അല്ലെ? വി ലേൺ മെനി തിങ്സ് ഇൻ അവർ യങ് ഏജ് ത്രൂ ദ ഇമിറ്റേഷൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും റൈറ്റപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഇമിറ്റേഷൻ ആയിരിക്കും. എന്ത് ചെയ്യുകയാണെങ്കിലും എന്തായിരിക്കും, അതൊരു ഇമിറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ അരിസ്റ്റോട്ടിൽ അന്നത്തെ കാലം പറഞ്ഞ ഒരു വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. And also he argues that imitation is given us by nature and men are endowed with these gifts. അല്ലെ, ഹ്യൂമൻ ബീങ്സിന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. കാരണം നമുക്കൊക്കെ എന്തുണ്ട്, ഒരു ഇമിറ്റേഷൻ നടത്താനുള്ള ഒരു നേച്ചർ ഉണ്ട്. ആൻഡ് ഗ്രാജുവലി ഡെവലപ്പ് ദം ആൻഡ് ഫൈനലി ക്രിയേറ്റ് ദ ആർട്ട് ഓഫ് പോയിട്രി. ആ ഇമിറ്റേഷനിലൂടെയാണ് പിന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഒരു സംഭവം ഫോക്കസ് ചെയ്യുന്നു, ലൈഫിൽ നമ്മൾ വളരെ ഒബ്സർവേഷൻ നടത്തുന്ന ആളുകളാണ്. അപ്പൊ നമ്മളത് കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആ ഇമിറ്റേഷനിലൂടെ നിങ്ങൾ അത് ഒരു എന്താ പറയാ ഒരു പ്രോഡക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരാണെങ്കിൽ ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി. സോ ഫൈനലി ക്രിയേറ്റ് ദ ആർട്ട് ഓഫ് പോയട്രി. ഒരു പോയട്രി, ആർട്ട് ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ക്രിയേറ്റിവിറ്റി ആൻഡ് ദിസ് ക്രിയേറ്റിവിറ്റി ഈസ് കമ്മിങ് ഫ്രം അവർ ഇമിറ്റേഷൻ. ദ സ്കിൽ ഓഫ് ഇമിറ്റേഷൻ. ഇപ്പൊ എല്ലാവരും ഇമിറ്റേഷൻ നടത്തുന്നുണ്ടാവും, പക്ഷേ
അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും. ആൻഡ് ട്രാജഡി വാസ് ബോൺ ഫ്രം ഡിതറാംബി പോയട്രി. ഞാൻ പറഞ്ഞു ഡിതറാംബി പോയട്രി നിന്നുമാണ് ട്രാജഡി എമേർജ് ചെയ്യുന്നത്, ബോൺ ചെയ്യുന്നത്. ഈ ഡിതറാംബി പോയട്രിയുടെ പ്രത്യേകത ദാറ്റ് ഇൻകോർപ്പറേറ്റിംഗ് ഡാൻസ് ആൻഡ് പോയട്രി, ഡാൻസും പോയട്രിയും കൂടെ ഉള്ള ഒരു ഇൻകോർപ്പറേഷൻ ആണ് എന്ത് ട്രാജഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിതറാംബി പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ട്രാജഡി. അപ്പൊ എന്താണ് ട്രാജഡി, അല്ലെങ്കിൽ ട്രാജഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ 6 കോമ്പണൻസ് ഓഫ് ട്രാജഡി, ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാനുള്ളത്. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തു വാട്ട് ഈസ് പോയറ്റിക്സ്, അല്ലെ, അരിസ്റ്റോട്ടിൽ, ഹു ഈസ് അരിസ്റ്റോട്ടിൽ ആൻഡ് വാട്ട് ഈസ് പോയറ്റിക്സ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ തിങ്സ് ആർ സ്ട്രെസ്സിങ് ഇൻ പോയറ്റിക്സ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോയട്രി. ആ ഡിഫറെന്റ് ടൈപ്സിൽ തന്നെ എല്ലാം എന്താണ്, ആർട്ട് ഓഫ് ഇമിറ്റേഷൻ ആണ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഫോർ ദ മീഡിയം, ഒബ്ജക്ട് ആൻഡ് മോഡ് ഓഫ് ഇമിറ്റേഷൻ ഈസ് ഡിഫറെന്റ്. So all these included in this video. And what is the difference between epic and tragedy also I discussed. Okay, in the rest of the this video, that means what is tragedy and theory of tragedy and definition of tragedy, 6 components of tragedy, I'll discuss in the next video. Thank you.